എന്തുകൊണ്ടാണ് ഗോപൻ മണിയൻ എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ അത്രയധികം പ്രശസ്തനായിരുന്നില്ല? പ്രശസ്തിയോ കുപ്രസിദ്ധിയോ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയിരുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ മരണാനന്തരം മരണം എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അവർ പറയുന്നത് സമാധി എന്ന് തന്നെയാണ്. അന്നും ഇന്നും നാട്ടുകാരുടെ ഇടപെടലിനനുസരിച്ച് ചില മാറ്റങ്ങൾ ആ സമാധിക്ക് പിന്നീട് വരികയുണ്ട്. ആ സമാധി പിന്നീട് മഹാസമാധി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇന്നലെ ആ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തി. സത്യത്തിൽ ആ വാർത്താ സമ്മേളനം കൊണ്ട് അവരുദ്ദേശിച്ചത് ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ട്രോളുകളെ കുറയ്ക്കണം, ആരോപണങ്ങളെ കുറയ്ക്കണം എന്നതാണ്. വസ്തുതകൾക്ക് ഒരു ക്ലാരിറ്റി നൽകാൻ വേണ്ടി നടത്തിയ ഒരു വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ പൊതുപ്രവർത്തകനായ ഒരാളും അതുപോലെ ഒരു വക്കീലും അവരുടെ ഫാമിലി വക്കീലും ഉണ്ടായിരുന്നു. വിഷയം SHO കൊടുത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് മീഡിയയെ അറിയിക്കുക എന്നതും ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു ഉത്തരം നൽകുക എന്നതുമായിരുന്നു. സത്യത്തിൽ അത് കൂടുതൽ ട്രോളുകൾക്ക് കാരണമായൊരു വാർത്താ സമ്മേളനമായി മാറിയതായി കഴിഞ്ഞ 10-22 മണിക്കൂർ കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 തവണ പോയിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ നിന്ന് നമ്മുടെ കുറച്ച് വീഡിയോകൾ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. ശരിക്കും യൂട്യൂബേഴ്സിനും വാർത്താമാധ്യമങ്ങൾക്കും ഒക്കെ അറിയാവുന്നൊരു കാര്യം, സംഭവം ജനപ്രീതി ഉള്ള ഒരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ടോ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ വസ്തുതകളെ കീറി മുറിച്ച് ഇഴ പരിശോധിക്കാനൊന്നുമല്ല, ചില ഫലിതങ്ങൾ കണ്ടെത്താനാണ് എല്ലാവരും എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇതിൻ്റെ വാർത്ത ചെയ്യുന്നതും അതിനു വേണ്ടിയല്ലേ എന്ന്. ആരും കാണാനില്ലാത്ത ഒരു വാർത്തയെ നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല എന്നുള്ള അവസ്ഥയിൽ അത് ചെയ്ത ക്രിയേറ്ററിന് തീർച്ചയായും ഒരു വിഷമമുണ്ടാവും. അതതിൻ്റെ ഒരു സൈക്കോളജിയാണ്. എന്തുകൊണ്ടോ ജനങ്ങൾ സ്വീകരിക്കുന്ന വാർത്തകൾ ഇങ്ങനെയുള്ളതായിരുന്നു. അത് കഴിഞ്ഞ കുറേ കാലമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ട് വാർത്താ സമ്മേളനം നടത്തി പിരിയുമ്പോൾ എല്ലാം സ്വസ്ഥമായി അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്നായിരിക്കും ആ കുടുംബം കരുതിയത്. എന്നാൽ അതിനെ തുടർന്ന് 1000 ട്രോളുകൾ പിന്നെയും ഉണ്ടായി. അതിൽ ഒന്നാമത്തത്, അമ്മ സംസാരിക്കുമ്പോൾ ആൾക്കാരെടുത്ത് കളിയാക്കുന്നു എന്നുള്ളത് ആ കുടുംബത്തിനും വിഷമമുള്ള ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ വാർത്താമാധ്യമങ്ങളുടെ എണ്ണമറ്റ ക്യാമറകൾക്കും മൈക്കുകൾക്കും മുമ്പിൽ വന്നു നിന്ന് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നതിന് ശരിക്കും ഒരു ധൈര്യവും ഒരു കഴിവും ഒക്കെ വേണം. ഒരുപക്ഷെ അതില്ലാഞ്ഞിട്ടാണോ ഇതിൻ്റെ മുന്നിൽ വരുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് തെറ്റിപ്പോകുന്നത്? ആ ഒരു വാർത്ത മാത്രമല്ല, നമുക്ക് മറ്റൊരു വാർത്തയെ കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആദ്യം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെ തുടർന്നുണ്ടായ കോലാഹലങ്ങളെ പറ്റിയുള്ള ഒരു വാർത്താ വിശകലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗോപൻ സ്വാമിയുടെ മൂക്കിലും ചെവിക്ക് പിന്നിലും തലയിലുമൊക്കെ ഏതാനും ക്ഷതങ്ങളുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളതായി അവിടെ ഇരുന്ന മാധ്യമപ്രവർത്തകരും വക്കീലും ഒക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഉടൻ തന്നെ അമ്മ പറയുകയാണ്, ആ മൂക്കിലെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തഴമ്പാണ്, പണ്ടൊരിക്കൽ വിറകെന്തോ കീറിയപ്പോൾ വന്നടിച്ച ഒരു തഴമ്പ് മാത്രമാണ് അത് എന്ന്. ഞങ്ങളൊരു കൊതുകിനെ കൊണ്ടുപോലും കടിക്കാൻ അവസരം അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ട്രോള് പിന്നെ ഉണ്ടായത് എങ്ങനെയെന്നറിയോ? അതായത് കൊതുകിനെ കൊണ്ട് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊതുകിനെ അടിച്ചു കൊന്നപ്പോൾ അടി മാറി മൂക്കിക്കൊണ്ടതാണ് എന്ന് പറഞ്ഞ് അതിനെ ആൾക്കാർ ട്രോളാക്കി മാറ്റി. അതുപോലെ സമാധി സമയത്തെ കുറിച്ച്, സമാധി ഇരിക്കാൻ പോയ സംഭവത്തെക്കുറിച്ച് ഒക്കെ ട്രോളുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആഹാരം കഴിച്ചു, കുളിച്ചു, മരുന്ന് കഴിച്ചു, എന്നിട്ട് നടന്നുപോയിരുന്നു എന്ന് അവർ പറഞ്ഞു. കൂടെ വന്ന പൊതുപ്രവർത്തകനായ ആൾ പറഞ്ഞു, എന്നും സ്വാമി ഈ അമ്പലത്തിലേക്ക് വരാറുണ്ടായിരുന്നു, വടി ഊന്നിയിട്ടാണെങ്കിലും. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മകൻ പറയുന്നു, വടി ഒരിക്കലും എടുത്തിട്ടില്ല,
സ്വതന്ത്രമായി നടന്ന് പോയി ഇരുന്നിട്ടാണുള്ളത് എന്ന് പിന്നെയും ട്രോളിനുള്ള ഒരു സബ്ജക്റ്റ് അവിടെ കിട്ടുകയാണ്. ഇങ്ങനെ ഓരോ സംസാരത്തിൽ നിന്നും ഓരോ പുതിയ ട്രോളുകൾ പുനർജനിക്കുകയാണ് വീണ്ടും. അതായത് കുളിക്കും തോറും പാണ്ടായി മാറുക, അല്ലെങ്കിൽ കുട്ടിയെ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയുടെ ഒരു ദുര്യോഗം. അതിങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പല വാർത്തകൾ വന്നുവെങ്കിലും ഇന്നും സോഷ്യൽ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിടുമ്പോൾ തന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് നേരിട്ട് കണ്ട ചില വസ്തുതകളെ ഞാൻ പറയാം. ആ അമ്മയെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പറഞ്ഞു സമർത്ഥിക്കാനുള്ള കഴിവില്ല. ഒരുപക്ഷെ അവർക്കതിനുള്ള ഒരു പ്രാഗൽഭ്യം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഉദാഹരണത്തിന്, മൂത്ത മകൻ മരിച്ചത് എന്നാണ് അമ്മേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ പ്രായം പറഞ്ഞതാണ് 16.5 എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരുത്തി 17. ഇങ്ങനെ മാറ്റി പറയുന്നുണ്ട്. അവർ സത്യത്തിൽ ഒരു തെറ്റിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി പറയുന്നവയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തെറ്റിപ്പോകുന്നതാണ് പറയുമ്പോൾ. അതുപോലെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു വസ്തുത, കിടപ്പ് രോഗി എന്ന നിലയിൽ അല്ല, പകരം നല്ല ആരോഗ്യവാനായിരുന്നു, ഊർജ്ജസ്വലനായിരുന്നു, ധാരാളം ആഹാരങ്ങൾ ഭക്ഷണങ്ങളൊക്കെ സമയബന്ധിതമായി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുഷ്ടിയുള്ള ശരീരമായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ മറുവശത്ത് ട്രോളന്മാർക്ക് പിന്നെയും കിട്ടുകയാണ് ഇൻപുട്സ്. കാരണം എല്ലാവരും കണ്ടതാണ്, വളരെ അവശ്യ നിലയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. 75% ഫെയിലുവറായെന്ന് പറയുന്ന ഹാർട്ട്, അതേപോലെ ആൾറെഡി ഫെയിലുവറായിരിക്കുന്ന കിഡ്നി, ലിവർ സിറോസിസ് എന്ന് വേണ്ട അൾസർ, ധാരാളം അസുഖങ്ങളുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരാളായിരുന്നു ഈ ഗോപൻ മണിയൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ധാരാളം കഠിന പ്രയത്നങ്ങൾ ചെയ്തു. വിറക് വെട്ടിക്കീറി കെട്ടുകളാക്കി ഹോട്ടലുകളിലൊക്കെ കൊണ്ടുകൊടുത്ത് കഷ്ടതയോടെ ജീവിച്ച ആൾക്കാരാണ്. അതവർ പറയുന്നുണ്ട്. അതുപോലെ അവസാനം പശുവിനെ വളർത്തി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം അവർക്കുണ്ട്. സ്വാഭാവികമായി ഒരു പക്ഷത്ത് നിന്ന് ആൾക്കാർ വേറെ പല പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ട്, സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ശരിക്കും സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല, എങ്കിലും ആൾക്കാരുടെ പൊതുശ്രദ്ധ മുഴുവൻ എപ്പോഴും അവരിൽ തന്നെ ഉണ്ട്. എന്തിനാണ് ഇതിനെ എടുത്ത് വീണ്ടും പെരുമാറുന്നത് എന്നൊക്കെ വിമർശിക്കുന്നവരുമുണ്ട്. കൂട്ടത്തിൽ നാട്ടുകാർക്കൊരു അഭിപ്രായം, ഞങ്ങൾക്ക് ഒരാൾ മിസ്സിംഗ് ആണ്, ആ മിസ്സിങ്ങിനെ കുറിച്ചുള്ള വസ്തുത ഞങ്ങൾക്ക് അറിയണമെന്ന്. ഒരുപക്ഷെ ഈ നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അമ്പലം വന്നതിനെ പറ്റി, അവിടെ ഒരു നാഗരികാവ് വന്നതിനെ പറ്റിയൊക്കെ ജനങ്ങൾക്ക് പൊതുവായ ഒരു വിരോധം അവരോട് ഉണ്ടായി, അതുകൊണ്ടാണ് അവർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്നൊക്കെ. അതും ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗവും, മറു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗവും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗവും ഒക്കെ മാറി വിശകലനം ചെയ്യുകയും ആൾക്കാർ വിലയിരുത്തുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി വരുന്ന ഒന്ന് ഇതിൻ്റെ കെമിക്കൽ അനാലിസിസ് കഴിഞ്ഞതിനുള്ള റിപ്പോർട്ടാണ്. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ആമാശയത്തിൽ എന്തോ അവ്യക്തമായ ഒരു കറുത്ത വസ്തു കണ്ടുവെന്നും അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല, അതെന്താണോ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കെമിക്കൽ പരിശോധനയിലൂടെ മാത്രമേ അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ ശരിക്ക് എന്താണ് നടന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ആരാണ്ട് അമ്മച്ചിക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ കാണാനും കേൾക്കാനും രസമാണ്, കൈയടിച്ച് ചിരിക്കാനും. സത്യം എന്തെന്ന് അറിയുന്നില്ല. ആ ആൾക്കാർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇതുപോലെ കളിയാക്കുന്നത് കൊണ്ട് പാവം ചെയ്യുകയാണ്. ഇനിയല്ല അവർ അപരാധികളാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് അതിന് അവർ ആൻസർ പറയേണ്ടതായിട്ട് വരും തീർച്ചയായും. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് ഒന്നും ഇതുപോലെ എല്ലാ കാലവും മൂടിവെച്ച് ഒളിച്ച് കഴിയാൻ സാധിക്കുന്ന ഒന്നല്ല. അവിടെ പോയി നേരിട്ട് കണ്ട ഒരു ദിവസം ഞാനൊരു വീഡിയോ ബൈറ്റ് ചോദിച്ച് അവിടെ ചെന്നപ്പോൾ എനിക്കവർ വീഡിയോ ബൈറ്റ് തരാൻ തയ്യാറായില്ല. പ്രത്യേകിച്ച് സമാധി സ്ഥലത്തെ പൂജകളൊക്കെ ഞാൻ നന്നായി റെക്കോർഡ് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഷയിൽ തന്നെ വിശ്വാസിയായിട്ട് തന്നെ ഞാൻ അവരോട് സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ കളിയാക്കാനല്ല, നിങ്ങളിൽ ശരിയുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവായി എന്നോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആണയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സംസാരിപ്പിച്ചത്. ശരിക്കും അവർ സ്വാഭാവികമായിട്ടെന്നോണം പിടിച്ചു നിന്നുവല്ലോ ഇത്രകാലം എന്നത് ഓർക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം നിയമ സംവിധാനങ്ങൾ
അതുപോലെ സമീപസ്ഥരായിട്ടുള്ള അയൽക്കാർ, ഇവരുടെ എല്ലാം എതിർപ്പുകൾക്കുള്ളിലും അവർ ഈ 3 പേര് മാത്രം അടങ്ങുന്ന ആ ഒരു കുടുംബം പിടിച്ചു നിന്നു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, മരുമോൾ എവിടെ? മരുമോളെ കാണുന്നില്ലല്ലോ. അതിപ്പം അടുത്തൊരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. മരുമോൾക്ക് എന്ത് പറ്റി? എങ്ങോട്ട് പോയി? വാർത്താ സമ്മേളനത്തിലല്ല, അതേപോലെ വീഡിയോ ബൈറ്റ്സിലൊന്നും വരുന്നില്ല. അന്നൊരിക്കൽ വന്ന് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ടത്രേ. ശരിക്കും ആ പറയുന്നതിലൊക്കെ ഒരു നിഷ്കളങ്കതയുണ്ട് കേട്ടോ. ഒരു സാധു കുടുംബം എന്ന് ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഒരു നാർക്കോ അനാലിസിസ് ചെയ്യുന്ന ഒരു ഡോക്ടർ അവർ പറയുകയുണ്ടായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗവും പോലെ നമ്മുടെ മുമ്പിൽ കൺസേൺ അർഹിക്കുന്ന ഒന്നാണ് മാനസികമായ പ്രശ്നവും. ഒരുപക്ഷെ മൂത്ത മകൻ മരിച്ചതൊക്കെ അവരെ ബാധിച്ച വലിയ എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിലേക്ക് ആ ഫാമിലിയെ കൊണ്ടെത്തിച്ച മാനസിക പ്രശ്നങ്ങളാവാം. അതിനുശേഷം മാനസികമായിട്ട് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, പകരം അവരെല്ലാം വിശ്വാസത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് കൈലാസനാഥനായ ശിവനിൽ. അവർ പറയുന്നു, കൈലാസനാഥനായ ശിവന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ്, അഥവാ കൈലാസനാഥനായ ശിവന്റെ മുമ്പിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് കീറുമെന്നോ എന്തൊക്കെയോ ആ അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഓരോ തവണയും ക്ലാരിറ്റി നൽകാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫർട്ട് പിന്നെയും സോഷ്യൽ മീഡിയയിൽ ഫലിതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കോമഡി കണ്ടന്റായി മാറുന്നു എന്ന് വേണം കാണാൻ. ഇനിയും വാർത്തകളിലൂടെ, വാർത്താവിശേഷങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അതേപോലെ ഒരു സബ്ജക്റ്റാണ് ഈ കഴിഞ്ഞ ദിവസം കുറ്റിച്ചൽ പരുത്തിപ്പള്ളി എന്ന് പറയുന്ന സ്കൂളിൽ ഒരു +1 വിദ്യാർത്ഥി ആ സ്കൂളിൻ്റെ മറ്റൊരു കെട്ടിടത്തിൽ സൂയിസൈഡ് ചെയ്തു. അതിൻ്റെ യഥാർത്ഥ വിഷയം എന്തെന്നതിനെ കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലർക്കിൻ്റെ അടുത്തേക്ക് ആ കുട്ടിയും മറ്റൊരു കുട്ടിയും, സുഹൃത്തായ വേറൊരു കുട്ടിയും, പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്, പോയി റെക്കോർഡ് സീൽ ചെയ്യുക എന്നുള്ള കാര്യത്തിനായി ചെന്നു എന്നാണ് പറയുന്നത്. അത് ഇവൻ്റെ റെക്കോർഡല്ല എന്ന് ആ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഈ പ്രിൻസിപ്പൽ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ആ ഒരു വാർത്തയുടെ താഴെ വന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവർക്ക് പങ്കുണ്ട്, ഇവരുടെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം, ഇങ്ങനെ പറഞ്ഞ് ധാരാളം കമൻസ് ആ പ്രിൻസിപ്പളിനെ വിമർശിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ ആ പ്രിൻസിപ്പളിനെ കുറിച്ച് തിരക്കുകയുണ്ടായി. അവർ അങ്ങനെ ഒരു വില്ലത്തിയാണോ? കുട്ടികളിലും നാട്ടുകാരിലും ഒക്കെ നിന്നറിയാൻ കഴിഞ്ഞത് ആ പ്രിൻസിപ്പൾ ഒരു പഞ്ചപാവമാണെന്നാണ്. അവർ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ അവരുടെ തൊണ്ടയിടറി, നാക്ക് കുടുങ്ങി, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് പറയുകയുണ്ടായി. അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നും ഇവർക്കും അതിൽ പങ്കുണ്ട് എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ നിരപരാധികൾക്ക് അവരുടെ നിരപരാധിത്വം പോലും എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ സാധ്യമാകാത്ത അവസരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പബ്ലിക് മീഡിയയിൽ നിൽക്കുന്നവരുടെ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നിയമത്തിൻ്റെ മുമ്പിൽ ഒരാൾ തെറ്റുകാരനാവുന്നത് വരെ നമുക്കും കാത്തിരിക്കാം. നമുക്ക് ശിക്ഷ വിധിക്കണ്ട. ജീവിതം ഇങ്ങനെയാണ്. ആർക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു കാലമാണിത്, ഒരു ജീവിതമാണിത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സഹിഷ്ണുതയോടെ, അതുപോലെ ഓരോ തർക്കങ്ങളിലും സൊല്യൂഷൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഇരുവശത്തിനും വേണം. വെല്ലുവിളികളിലൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ, എന്നാൽ നീ എനിക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് മറ്റവൻ വാശിയോടെ തയ്യാറാകുമ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് ഒന്നുകിൽ അത് കൊലപാതകം അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ഒക്കെ ആയി മാറുന്നത്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളിലെ അകൽച്ചകളെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ ഊഷ്മളമായ സൗഹൃദങ്ങളിലേക്ക്, എല്ലാ ചർച്ചകളിലേക്കും നമുക്ക് പോകാനുള്ള ഒരു സന്മനസ്സുണ്ടാവണം. സോഷ്യൽ സിസ്റ്റത്തിൽ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്ന സൗഹൃദങ്ങൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കണം. നന്മകളിലൂടെ എല്ലാ മനസ്സും സഞ്ചരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും വാർത്താവിശകലനങ്ങൾ നമുക്ക് നടത്താം. സ്നേഹപൂർവ്വം, സാഫ്രോ.